സദ്ഗുരുവേ ശരണം. ഈ മോഡൽ വേർബ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും ആവശ്യമുള്ള കുറേ വേർബ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയായിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ അല്ലേ. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കും, എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ മോഡൽ വേർബ്സ് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം. അതിന് നിയമം മാത്രം പഠിച്ചാൽ പോരാ, അതാണ് സിറ്റുവേഷൻ. അവിടെ ചിലപ്പോൾ ഒരു മോഡൽ വേർബ് നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും, ഒരു സ്ഥലത്ത് പല മോഡൽ വേർബ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ സിറ്റുവേഷൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ടത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പല അർത്ഥങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമുക്ക് മോഡൽ വേർബ്സ് നമ്മളെ കൺഫ്യൂഷനിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് നിങ്ങളെ ഈ മോഡൽ വേർബ്സ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ലളിതമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഉള്ളുകളി മനസ്സിലാവും, ആ ഒരു സെൻസ് മനസ്സിലാവും. അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സോ വെൽക്കം ടു 24 Day ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഡേ 18. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. അപ്പം നമുക്ക് ആദ്യം ക്യാൻ നോക്കാം. ക്യാൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മോഡൽ വെർബ്. എല്ലാവരും അത് ഉപയോഗിക്കാറുണ്ട്. ക്യാന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ക്യാന് നമുക്ക് എബിലിറ്റിയെക്കുറിച്ച് പറയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം, പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറയാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഉപയോഗം ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ, എന്തിൻ്റെങ്കിലും ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടി നമുക്ക് ക്യാൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ എബിലിറ്റിയും ഒരു എക്സാമ്പിൾ പെർമിഷനും. ഇത് രണ്ടും ഒരെണ്ണം വെച്ച് ഞാൻ പറയുന്നുള്ളൂ, കാരണം ഒരുപാട് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട. ഈ ഒറ്റ ഒരു എക്സാമ്പിൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് നീന്താൻ പറ്റും എന്ന് പറയണമെങ്കിൽ ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ പറ്റും, വളരെ ഈസിയാണ്. ഈ പ്രോബ്ലം നിനക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊരാളോട് നമുക്ക് ചോദിക്കണം. അപ്പോൾ അവിടെ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അഗെയിൻ അവിടെയും നമുക്ക് ക്യാൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ ചോദിക്കും? ക്യാൻ യു സോൾവ് ദിസ് പ്രോബ്ലം? ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു സോൾവ് ദിസ് പ്രോബ്ലം? നിങ്ങൾക്കുള്ള വർക്ക്ഷീറ്റ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. അപ്പം ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് ഫില്ല് ചെയ്ത് വേണം ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിലിടാൻ. അടുത്തത് കുഡ്. പണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു, അതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം മീനിങ്. പറ്റുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ അവന് നല്ല വേഗത്തിൽ ഓടാൻ പറ്റുമായിരുന്നു. ഹീ കുഡ് റൺ ഫാസ്റ്റ് വെൻ ഹി വാസ് ഇൻ സ്കൂൾ. ഹീ കുഡ് റൺ ഫാസ്റ്റ് വെൻ ഹി വാസ് ഇൻ സ്കൂൾ. ഇനി നമുക്ക് വിനയപൂർവ്വം ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒന്ന് ആ കഥ ഒന്ന് തുറക്കാമോ? വളരെ വിനയപൂർവ്വം ചോദിക്കണം. അത് ഞാൻ എടുത്തു പറയുന്നു. വിനയപൂർവ്വം നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ? അവിടെ കുഡിന് പാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇപ്പോൾ ഒന്ന് തുറക്കാൻ പറ്റുമോ എന്ന് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ചോദിക്കാനാണ് ഇവിടെ കുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കുഡ് നമുക്ക് തരുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഒന്ന്, കുഡ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് അല്ലേ കുഡ് എന്ന് തോന്നും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒന്ന് തുറക്കാമോ എന്ന് ചോദിക്കുന്നത് ഇപ്പോഴല്ലേ. അപ്പോൾ പിന്നെ പാസ്റ്റ് ടെൻസിലെ കുഡ് എങ്ങനെ ഇവിടെ ഉപയോഗിക്കും എന്നുള്ള കൺഫ്യൂഷനാണ് ഒരുപാട് പേർക്ക് വരുന്നത്. അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുഡ് എന്ന് പറയുന്നത് ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസും ആണ്. കുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പൊളൈറ്റായിട്ട് ചോദിക്കാനുള്ള ഒരു മോഡൽ വേർബുമാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും കുഡ് ഉപയോഗിക്കും. ഇപ്പോൾ പാസ്റ്റ് ടെൻസ് മാത്രമല്ല, ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഉപ്പിടുന്നത് സാമ്പാറിൽ മാത്രമല്ലല്ലോ, എല്ലാ കറിയിലും നമുക്ക് ഉപ്പിടാമല്ലോ എന്ന് പറഞ്ഞ പോലെ കുഡിന് അങ്ങനെ പലതരത്തിൽ ഉപയോഗങ്ങളുണ്ട്. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത മോഡൽ വേർബ് മേ ആണ്. മേ എന്ന് പറയുമ്പം ഇതേപോലെ രണ്ട് ഉപയോഗങ്ങളാണ്. ഒന്ന്, പോസിബിലിറ്റി, സാധ്യത. ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ.
നമ്മൾ ആകാശത്തൊക്കെ നോക്കി ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു 50-50. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇറ്റ് മേ റെയിൻ ടുഡേ, അതുകൊണ്ട് നീ കുട എടുത്തോളൂ, സോ യു ടേക്ക് ദി അംബ്രല്ല എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഉപയോഗം പെർമിഷൻ, അനുവാദം കൊടുക്കുക. നിങ്ങൾ പൊക്കോളൂ കേട്ടോ, യു മേ ലീവ് നൗ. ഇപ്പോൾ ആരോടെങ്കിലും പൊക്കോളാൻ നമ്മളുടെ അനുവാദം നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, യു മേ ലീവ് നൗ. അപ്പോൾ മേ എന്തിനൊക്കെ ഉപയോഗിക്കാം? പെർമിഷൻ കൊടുക്കാനും സാധ്യതയ്ക്കും, പോസിബിലിറ്റിക്കും. ഇനി പെർമിഷൻ ചോദിക്കാനും നമുക്ക് ഉപയോഗിക്കാം. കൊടുക്കാൻ മാത്രമല്ല, മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. ഇപ്പം നമ്മളുടെയൊക്കെ മേലുദ്യോഗസ്ഥർ, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ക്യാൻ ഐ കം ഇൻ എന്നല്ല ചോദിക്കുക, മേ ഐ കം ഇൻ. അതൊരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗം. അടുത്തത് മൈറ്റ്. മൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ സാധ്യത കുറവാണ്, ഒട്ടും സാധ്യത ഇല്ല യഥാർത്ഥത്തിൽ, എന്നാൽ വളരെ കുറച്ച്, വീക്ക് പോസിബിലിറ്റി. അതുപോലെ മൈറ്റ് എന്ന് പറയുന്നത് മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടും ഉപയോഗിക്കും. അപ്പോൾ ഇന്ന് അവൾ വന്നേക്കാം, ചിലപ്പോൾ, അത് നമുക്ക് വളരെ ചിലപ്പോൾ വരുമെന്ന് പറയില്ലേ, അപ്പോൾ എങ്ങനെ പറയും? ഷി മൈറ്റ് കം ടുമോറോ. ചാൻസ് വളരെ കുറവായാൽ ഷി മൈറ്റ് കം ടുമോറോ എന്ന് പറയാം. ഇനി ഇത് പാസ്റ്റ് ടെൻസ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നറിയാം. ഒരാൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു അവൾ ഇന്ന് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരിക്കും പറയാം? ഹി സെഡ് ഷി മേ കം ടുമോറോ. അവൾ നാളെ വരാൻ ചാൻസ് ഉണ്ട്, അതായത് നല്ല ചാൻസ് ഉണ്ട്, 50-50. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അപ്പം നമ്മുടെ അടുത്ത് വേറൊരാൾ വന്ന് ചോദിക്കും, എന്താ അയാൾ പറഞ്ഞത്, അവൾ വരുമോ? അപ്പം നമ്മൾ അയാളോട് പറയും, അയാൾ പറഞ്ഞു അവൾ ചിലപ്പോൾ നാളെ വന്നേക്കാം എന്ന് അയാൾ പറഞ്ഞു എന്ന് നമ്മൾ പറയില്ലേ, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും. അപ്പം അവിടെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് അറിയോ? ഷീ മേ കം ടുമാറോ എന്നാണല്ലോ അയാൾ പറഞ്ഞത്, പക്ഷെ അത് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയണം, ഹി സെഡ് ദാറ്റ് ഷീ മൈറ്റ് കം ദ നെക്സ്റ്റ് ഡേ. അത് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പോൾ അവിടെ മൈറ്റ് എന്ന് പറയുന്നത് ഈ മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ മൈറ്റിന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഒന്ന്, വളരെ സാധ്യത കുറഞ്ഞ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ, ഷി മൈറ്റ് കം, വി മൈറ്റ് മിസ് ദ ബസ്, നമ്മൾ ചിലപ്പോൾ ബസ് നമുക്ക് മിസ്സായേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ചാൻസ് കുറഞ്ഞ് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൈറ്റ് ഉപയോഗിച്ച് പറയാം. അല്ലെങ്കിൽ ഇതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്ക് മൈറ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്തത് മസ്റ്റ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഉറപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, ഒബ്ലിഗേഷൻ. അതൊന്ന് നമ്മളുടെ ഒരു കടമ, നമ്മുടെ ഡ്യൂട്ടി എന്നൊക്കെ നമുക്ക് പറയാം, അത് ചെയ്തേ പറ്റൂ നമ്മൾ. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് സെർട്ടൻറ്റി എന്ന് പറയും. എന്താണ്? ഉറപ്പ്. നമുക്കൊരു ഉറപ്പുണ്ടാവും ചില കാര്യങ്ങൾ പറയുമ്പോൾ, അത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്നുള്ള നമ്മളൊരു ഫുൾ ഒരു കോൺഫിഡൻസ്. എക്സാമ്പിൾ നോക്കിക്കോളൂ. ആദ്യത്തെ ഒബ്ലിഗേഷൻ, യു മസ്റ്റ് ഫോളോ ദ റൂൾസ്. നിയമം നിങ്ങൾ പാലിക്കണം, യു മസ്റ്റ്. അപ്പോൾ അവിടെ എന്താ? നമ്മൾ ഒബ്ലൈജ്ഡ് ആണ് അല്ലേ, നമ്മളുടെ ഒബ്ലിഗേഷനാണത്, നമ്മളത് ചെയ്തേ പറ്റൂ, കടമയാണ്. യു മസ്റ്റ് ഫോളോ ദ റൂൾസ്. അടുത്തത് സെർട്ടൻറ്റി. അവനിപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്ക് ഉറപ്പാണ് അവൻ ക്ഷീണിച്ച് കിടക്കുവാണ്, അതുകൊണ്ട് നമ്മൾ ശല്യം ചെയ്യേണ്ട, അത്ര ഉറപ്പാണ് നമുക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഹി മസ്റ്റ് ബി ടയേർഡ് നൗ, ഭയങ്കര ടയേർഡായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ആദ്യത്തതിൽ നിങ്ങൾ നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ പോലെയാണോ ഇത്? ഹി മസ്റ്റ് ബി ടയേർഡ് എന്ന് പറഞ്ഞാൽ അവൻ ടയേർഡ് ആവണമെന്നാണോ? അല്ല. അവിടെ എന്താണ്? ഹി മസ്റ്റ് ബി ടയേർഡ് നൗ എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ്, നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ആ ഉറപ്പിനെയാണ് അവിടെ അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് മസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. ആ കൺഫ്യൂഷൻ മാറാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് എക്സാമ്പിളും അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരുമ്പോൾ ഈ രണ്ട് എക്സാമ്പിളും ആലോചിച്ചാൽ മതി, അപ്പോൾ കൺഫ്യൂഷൻ മാറും. അടുത്തത് ഷാൽ. ഷാൽ എന്ന് പറയുമ്പോൾ അതിനും ഉണ്ട് രണ്ട് ഉപയോഗങ്ങൾ. ആദ്യത്തത് നമ്മൾ സജഷനും, രണ്ടാമത്തത് നമുക്കിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്യില്ലേ, നമ്മൾ പറയില്ല ഇത് ഞാൻ വേണമെങ്കിൽ അത് ചെയ്യാം, അത് നമ്മളൊരു സഹായം നമ്മൾ ഓഫർ ചെയ്യാന്ന് പറയില്ലേ, അതാണ്. അപ്പം ആദ്യത്തെ ഉപയോഗം, നമുക്കൊന്ന് നടക്കാൻ പോയാലോ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ് എല്ലാവരുടെ ഒരു സജഷൻ, നമുക്ക് നടക്കാൻ പോയാലോ, ഷാൽ വി ഗോ ഫോർ എ വാക്ക്, അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഷാൽ വി ഗോ ഫോർ എ മൂവി, ഷാൽ വി ഗോ ഔട്ട് ടു ഹാവ് എ ഡിന്നർ, ഇങ്ങനെ നമുക്ക് ചോദിക്കാം. നമുക്കൊന്ന് പോയാലോ, ഡിന്നർ കഴിക്കാൻ പുറത്ത് പോയാലോ, സിനിമയ്ക്ക് പോയാലോ. ഇനി ഓഫർ, ഐ ഷാൽ ഹെൽപ്പ് യു വിത്ത് യുവർ വർക്ക്, ഞാൻ നിൻ്റെ ജോലിയിൽ നിന്നെ സഹായിക്കാം, അത് നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ്. ഐ ഷാൽ കം വിത്ത് യു, ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൂടെ വരാം, അത് നമ്മൾ
വരാൻ സന്നദ്ധത അറിയിക്കുകയാണ്. ഐ ഷാൽ കം, ഞാൻ വേണമെങ്കിൽ വരാം. അത് നമ്മുടെ ഒരു ഓഫറാണ്. ഐ ഷാൽ കം വിത്ത് യു ഇഫ് യു വാണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ഷുഡ്. ഷുഡ് എന്ന് പറയുന്നത് അഡ്വൈസിനും ഡ്യൂട്ടിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഡ്വൈസ് എങ്ങനെ കൊടുക്കാം? നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം, യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്, യു ഷുഡ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു ഉപദേശമാണ്. നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നല്ല അതിൻ്റെ അർത്ഥം. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് തരുന്ന ഒരു ഉപദേശമാണ്. മറ്റൊരാൾ നമ്മളോട് അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലാതെ നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നല്ല. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. ഇനി ഡ്യൂട്ടി പറയാനും ഈ ഷുഡ് ഉപയോഗിക്കും. അപ്പോൾ അത് ഉപദേശമല്ല, അവിടെ അത് ഡ്യൂട്ടിയാണ്. സ്റ്റുഡൻസ് ഷുഡ് റെസ്പെക്ട് ദ ടീച്ചേഴ്സ്. സ്റ്റുഡൻസ് ഷുഡ് റെസ്പെക്ട് ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റുഡൻസിൻ്റെ ഡ്യൂട്ടിയാണ്. സ്റ്റുഡൻസ് ഷുഡ്, അല്ലെങ്കിൽ കടമയുടെ ഒരു കുറച്ചും കൂടി ഒരു ഹയർ ലെവലാണ്. കടമ എന്നുള്ളതല്ല, അവിടെ അത് ഡ്യൂട്ടിയാണ്. ഇഷ്ടമാണോ ഇഷ്ടമല്ലേ, നിങ്ങളുടെ കടമയാണോ എന്നുള്ളത് യു ഹാവ് ടു ഡു ദാറ്റ്. അത് ഒരു ഇപ്പോൾ പട്ടാളത്തിലാണെങ്കിലും പോലീസിലൊക്കെ ആണെങ്കിലും അത് ആ ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രോട്ടോക്കോളുണ്ട്, അത് അവർ ഫോളോ ചെയ്യണം. അത് അവിടുത്തെ ഡിസിപ്ലിനാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനത്തെ ഒരു ഡ്യൂട്ടി. യു ഷുഡ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ്. അടുത്തത് വിൽ. വിൽ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനും നമ്മുടെ ഒരു പ്രോമിസ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വാക്ക് കൊടുക്കുക, പ്രോമിസ് ചെയ്യുക, ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നാളെ നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, നമ്മുടെ ഒരു പ്ലാനാണ്. നമ്മളിപ്പോൾ നാളെ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ, ഐ വിൽ ഗോ ഹോം ടുമോറോ. നാളെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്ലാനാണ്, നാളെ പോകുമെന്നുള്ളത്. അപ്പോൾ അവിടെ വിൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് പ്രോമിസ്. നിൻ്റെ ഹോംവർക്ക് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. ഐ വിൽ ഹെൽപ്പ് യു, അത് പ്രോമിസാണ്. നേരത്തെ നമ്മൾ ഷാൽ ഉപയോഗിച്ച് ഇതുപോലെ പറഞ്ഞു, ഐ ഷാൽ ഹെൽപ്പ് യു വിത്ത് യുവർ വർക്ക് എന്ന്. അവിടെ അത് ഒരു ഓഫറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം, നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതനുസരിച്ച്. പക്ഷെ ചില സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ അത് ഏത് ചേരുമെന്ന് നോക്കി ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നിന്നെ എന്തായാലും നിൻ്റെ ഹോംവർക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കും, അത് എൻ്റെ വാക്കാണ് എന്ന് നമ്മൾ പറയില്ലേ? അവിടെ നമ്മൾ വാക്ക് കൊടുക്കണം. അവർ നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. അവിടെ ഓഫറല്ല, വാക്കാണ്. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ വർക്ക്, ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. അത് എന്താണ്? പ്രോമിസാണ്. ഈ വ്യത്യാസം നോട്ട് ചെയ്യണം. അടുത്തത് വുഡ്. പൊളൈറ്റ് റിക്വസ്റ്റിനും പാസ്റ്റ് ഹാബിറ്റിനും. അതെ, നമുക്ക് വളരെ വിനയപൂർവ്വം ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. അതല്ല, പണ്ടത്തെ നമ്മുടെ ചില ശീലങ്ങളെക്കുറിച്ച് പറയണമെങ്കിലും നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഈ എക്സാമ്പിൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് കുറച്ച് കോഫി വേണോ? നമ്മൾ വളരെ ഇതായിട്ട് ചോദിക്കും, വുഡ് യു ലൈക്ക് സം കോഫി, ഡു യു വാണ്ട് കോഫി എന്നല്ല ഇവിടെ ചോദിക്കുന്നത്, പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് സം കോഫി? മനസ്സിലായോ? ആ ഒരു സെൻസ് പിടികിട്ടില്ലേ? വുഡ് യു ലൈക്ക് സം കോഫി, കുറച്ച് കോഫി കുടിക്കാമോ, ഇഷ്ടമാണോ, എടുക്കട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പാസ്റ്റ് ഹാബിറ്റിൽ എന്താണ് വുഡിൻ്റെ കാര്യം? അവൻ അവൻ്റെ ഗ്രാൻഡ് പാരൻസിനെ എല്ലാ വീക്കെൻഡ്സിലും അവൻ സന്ദർശിക്കാറുണ്ടായിരുന്നു. അപ്പം പതിവായിട്ട് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, പാസ്റ്റ് ഹാബിറ്റാണ്. അപ്പോൾ എങ്ങനെ പറയും? ഹി വുഡ് വിസിറ്റ് ഹിസ് ഗ്രാൻഡ് പാരൻസ് എവറി വീക്കെൻഡ്. ഇപ്പോൾ ഇല്ല, മുമ്പ് അത് ചെയ്യുമായിരുന്നു. അപ്പോൾ അതാണ് പാസ്റ്റ് ഹാബിറ്റാണ്. ഹി വുഡ് വിസിറ്റ് ഹിസ് ഗ്രാൻഡ് പാരൻസ് എവറി വീക്കെൻഡ്. ഇപ്പോൾ മനസ്സിലായില്ലേ വുഡിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ? അപ്പോൾ ഇതുപോലെ ഓരോ മോഡൽ വേർബ്സിൻ്റെയും രണ്ടർത്ഥങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സാമ്പിൾ സഹിതം നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. പിന്നെ ഈ വുഡ് എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിക്കും കേട്ടോ. ഇപ്പം ഐ വിൽ കം ടുമോറോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന ആൾ വേറൊരാളോട് പറയാണ്, ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം ദ നെക്സ്റ്റ് ഡേ എന്നായിരിക്കും അയാൾ പറയുക. അവിടെ വുഡ് എന്ന് പറയുന്നത് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അങ്ങനെയും ഈ വുഡിന് ഒരു ഉപയോഗമുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിക്കും. മോഡൽ വേർബ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപയോഗങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് ഞാൻ കാണിക്കും, അതിൽ നിങ്ങൾ ആലോചിച്ച് കറക്റ്റ് മോഡൽ വേർബ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആൻസർ ഞാൻ ആദ്യം പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരുവേ ശരണം.